പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഇന്നത്തെ അങ്ങയുടെ യാത്ര ആകുലപ്പെടുന്ന മക്കൾ, വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ, സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവർ, അവരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉന്നതരാക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം, അവരുടെ കൂടെയുള്ള സാന്നിധ്യം അവരറിയുമെന്നുള്ള ബോധ്യത്താൽ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രകൾ, ഇന്നത്തെ സംസാരങ്ങൾ, ആരുമായി സംസാരിക്കുന്നുവോ, ഇന്നത്തെ എഴുത്തുകുത്തുകളും ഫോൺ വിളികളും, അതിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങളും, പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളും കർത്താവിന് നാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ വേഗലപ്പെടുന്ന മാതാപിതാക്കന്മാരെ ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥാവര ജംഗ വസ്തുക്കളുടെ കൈയേറ്റങ്ങൾ
കൈമാറ്റങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക ദുസ്ഥിതികളിൽ നിന്ന് കരകയറാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ വല്ല വാഴ്ചകളുണ്ടെങ്കിൽ അതിനെ പഴുതടച്ച് പരിഹരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹിതരാകാൻ പോകുന്നവർക്കും മനസ്സമ്മതം ഒത്തു വന്നിട്ട് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഡെലിവറി നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്കുണ്ടാകുന്ന കുടുംബത്തിൻ്റെ എന്തെങ്കിലും വൈഷമ്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥിക്കുന്നു. ഭർത്താവും ഭാര്യയുമായിട്ട് അകന്നിരിക്കുന്നവർ ഐക്യപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഐക്യപ്പെട്ട് കിട്ടുന്നതിന് 17 ദിവസം കർത്താവിൻ്റെ നാമത്തെ കൽപ്പിച്ചു നൽകുന്നു. യേശുവിൻ്റെ ചൈതന്യം ആവശ്യിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ നല്ല ദിവസത്തിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. നീ ദൈവത്തെ അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെടാൻ ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കാതെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കണം. തിരിച്ചു പറഞ്ഞാൽ അനുഭവങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ദൈവത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ എന്താണ് പറഞ്ഞത് തന്നെ പിന്നെ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ജോഷയുടെ പുസ്തകം എടുത്ത് ജോഷ 3:7. കർത്താവ് ജോഷയോട് പറഞ്ഞു, കർത്താവ് ജോഷയോട് അരുളി ചെയ്തു, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു. ഞാൻ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ നിന്റെ കൂടെ ഉണ്ടെന്ന് ജനം അറിയാൻ വേണ്ടി ഇന്നു മുതൽ ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ഉന്നതനാക്കാൻ പോകുന്നു. ഉന്നതാക്കാൻ വേണ്ടി എന്താ ചെയ്തതെന്നറിയാവോ? കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന ഒരു വലിയ വെള്ളപ്പൊക്കം നടക്കുന്ന ഒരു നദിയുടെ മുമ്പിൽ കൂടെ നിർത്തി, ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ കൂടെ നിർത്തി. എന്നിട്ട് പറയും ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ഒരു മെത്തേഡ് ഭയങ്കര പെഡഗോജി തിട്ടുജീവിതം ഭയങ്കരമാണ്. ജോഷുവ 3:15. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളപ്പൊക്കമായിരുന്നു. കൊയ്ത്തുകാലം മുഴുവനേ കരയേതാണ് കരയേതാണ് നദിയെന്നറിയാൻ പാലാതെ കരകവിഞ്ഞൊഴുകുകയാണ്. വെള്ളപ്പൊക്കമാണ്. ഇപ്പോൾ ജോഷുവായെ ഒരു വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ കൂടെ നിർത്തിയിട്ടാണ് എന്ത് പറയണതാണ്? ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകണമെന്നാണ്. ദൈവത്തിൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. നമ്മുടെ ജീവിതത്തിലേ നമ്മൾ പകച്ചു നിൽക്കുന്ന ദുരന്ത മുഖത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മളോട് പറയണത് എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നു. ഇതൊരു മെത്തേഡാണ്. ചില അയ്യോഭാവികൾ ഇത് കണ്ടിട്ട് പേടിച്ച് പറച്ച് പ്രാർത്ഥന കുറച്ച് കുർബാനയില്ലാതെ പിന്തിരിഞ്ഞ് പഴയ കാലത്തേക്ക് പിന്തിരിഞ്ഞ് ഓടും അവൻ. മോസസ് മരിക്കാൻ നേരത്തെ ജോഷുവോട് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? നീ പിന്തിരിഞ്ഞ് ഓടരുത്, പകരം എന്ത് ചെയ്യണം? ഈ വെള്ളപ്പൊക്കമൊക്കെ കാണുമ്പോഴേ പിന്തിരിഞ്ഞ് ഓടരുത്. എന്ത് ചെയ്യണം? ശക്തനും ധീരനുമായിരിക്കുക. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ കൂടെ ഉണ്ടാകുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ വെള്ളപ്പൊക്കം. മനസ്സിലായ? നിങ്ങൾ വയ്ക്കരുത് കൂടെ ഉണ്ടാകേണ്ട ചേർത്ത് പിരിക്കേണ്ട ചോന്നുണ്ടാക്കിയെന്നൊക്കെ പറയല്ലേ. ഒരു ചോക്കലുമില്ല. കൂടെ ഉണ്ടെന്ന് നമ്മൾ അറിയിക്കണത് ഇതുപോലെയുള്ള രോഗങ്ങൾ, കടങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, നിക്കകളില്ലാത്ത അവസ്ഥകൾ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഉന്നതമാക്കാൻ പോകുന്നത്, ഇസ്രായേൽ ജനത്തെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഈ മെത്തേഡിനെ കുറിച്ചൊക്കെ വ്യക്തത ഉണ്ടാകണം. ശരിക്കും
ദൈവമായിട്ട് സഞ്ചരിക്കുന്നത് നമ്മൾ നാട്ടുകാരുമായി സഞ്ചരിക്കണവരല്ല. അതിൻ്റേതായിട്ടുള്ള ചില മെത്തേഡുകളുണ്ട്. ആ സുവിശേഷം നമുക്ക് നൽകുന്ന വരച്ചിട്ടിരിക്കുന്ന അത് വഴി അതാണ്. സുവിശേഷം വരച്ചിട്ടൊരു വഴിയുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ പകച്ചുകൂടാണ്ട് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കണം, ഒന്നാമത്തെ കാര്യം ദൈവം നമ്മോട് കൂടി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ, 2 നമ്മൾ ഉന്നതനാക്കാൻ. ഓക്കെ അല്ലേ? താങ്ക് യു. നമ്മൾ സാക്ഷ്യം കേൾക്കാൻ പോകുന്നത് ഒരു കഥകളി ആശാൻ്റെ സാക്ഷ്യമാണ് കേൾക്കുന്നത്. എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഞാൻ ഈ സാക്ഷി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം 2 അനുഗ്രഹീത കലാകാരന്മാരാണ്. ഒരു കലാകാരനും കലാകാരിയോട് ഇന്ന് കർത്താവിൻ്റെ അൾത്താറയിൽ തങ്ങളുടെ ഉടമ്പടി അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ഞാൻ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കയറിയതാണ്. കാര്യം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടവരാണെന്ന് എനിക്ക് തോന്നി ആ സാക്ഷ്യം കേട്ടപ്പോൾ. കാര്യം നമുക്ക് കേരളത്തിൻ്റെ കല, പണ്ട് കേരളത്തിൻ്റെ എംബ്ലം എന്ന് പറയുന്നത് 2 ആനയായിരുന്നു. ഇപ്പോഴ് കേരളത്തിൻ്റെ എംബ്ലം എന്ന് പറയുന്നത് കഥകളി മുഖമാണ്. ചേര രാജാക്കന്മാരുടെ കാലം മുതൽ ആനയായിരുന്നു അവിടെ എംബ്ലം. അപ്പോൾ 2 ആനകളിങ്ങനെ നിൽക്കുന്ന സർക്കാരിൻ്റെ എംബ്ലം കണ്ടിട്ടില്ലേ? ഇത് നമ്മൾക്ക് 1-ാം ചേര വംശരാജാക്കന്മാരുടെ കാലം മുതൽ ആനയുണ്ട്. ബുദ്ധമതത്തിൻ്റെ സൗഭാഗ്യ ചിഹ്നമാണ് ആന. അപ്പം ബുദ്ധമതത്തിൻ്റെയും ചേര രാജാക്കന്മാരുടെയും കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ 2000 വർഷത്തെ അടയാളമാണ് ആനയടയാളം. ഈ ആനയടയാളത്തെ അപ്പാടെ മാറ്റിക്കൊണ്ടാണ് കഥകളി രൂപം. നമുക്ക് കേരളത്തെ റെഫറൻസ് ചെയ്യുന്ന ചില സ്ഥലങ്ങളിലെല്ലാം കഥകളി രൂപമാണ് കാണിക്കുന്നത്. ഇപ്പോഴ് ആനയല്ല. കാരണം ഒരു ചരിത്ര പാരമ്പര്യത്തെ, കലാപാരമ്പര്യം അധിനിവേശം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കല ഒരു തനത് കലയാണ് കേരളത്തിൻ്റെ. ഇനി ഈ കേരളത്തിൻ്റെ കഥകളിയെ എന്താണ് അച്ഛൻ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ സാക്ഷ്യം കേൾക്കാൻ പോകുന്നത് ഒരു കഥകളി ആശാൻ്റെ സാക്ഷ്യമാണ് കേൾക്കുന്നത്. നമുക്കറിയാം കഥകളി കേരളത്തിലെ സവർണൻ്റെ കലയായിരുന്നു ഒരു കാലത്ത്. പിന്നീട് വള്ളത്തോൾ 1930 കലാമണ്ഡലം ചെറുത്തുരുത്തിയിൽ സ്ഥാപിച്ചതിന് ശേഷമാണ് കഥകളി ജനകീയമായത്. അങ്ങനെ ക്രിസ്ത്യൻസ് കഥകളി പഠിക്കാൻ ഇടയായി. കാരണം കഥകളി പണ്ട് അവർണന്മാർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനൊക്കെ ഒന്നും കാണാൻ അനുവാദമില്ലായിരുന്നു. അപ്പം അത്രയും ക്ഷേത്രകലയായത് കാരണം അത്രയും ഗൂഢവും ഗുപ്തവുമായ രീതിയിലാണ് ആ കല അവതരിപ്പിച്ചത്. പിന്നെ വള്ളത്തോളാണ് അതിനെ ജനകീയമാക്കിയത്. ജനകീയമാക്കാൻ ഇടയായ സാഹചര്യം അദ്ദേഹം അന്ന് ജീർണാവസ്ഥ നേരിടുന്ന ക്ഷേത്രകലകളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ചെറുത്തുരുത്തിയിലെ കലാമണ്ഡലം സ്ഥാപിച്ചത്. പക്ഷെ അവിടെ അക്കാലങ്ങളിൽ സവർണർക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിലും കൂടുതൽ നൈപുണ്യരായിട്ടുള്ള കലാകാരന്മാരെ അവരേത് മതത്തിലുള്ളവരായാലും കലാമണ്ഡലം സ്വീകരിച്ചിരുന്നു. അതിലൊരാളാണ് കലാമണ്ഡലത്തിൻ്റെ ആദ്യകാല കഥകളി ഗുരുവാണ് ജോൺ ആശാൻ, കലാമണ്ഡലം ജോൺ. ഇന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി, അവർ 2 പേരും ആർട്ടിസ്റ്റുകളാണ്. ജീവിത പങ്കാളി മേരി ജോൺ, 2 പേരും ആർട്ടിസ്റ്റാണ്. ഒരാൾ മോഹിനിയാട്ടത്തിൻ്റെ ആർട്ടിസ്റ്റാണ്. കാര്യം ആട്ടക്കലകളെ ശരിക്കും ഭക്തിരസത്തോടു കൂടി അതിൻ്റെ ലാസ്യ പ്രകൃതത്തോടു കൂടി അവതരിപ്പിച്ചിട്ടുള്ള കലയാണ്. അതിൻ്റെ ചുവട് വരെ ലാസ്യമാണ്. അപ്പോൾ അതുപോലെ അതിനാണ് അതുപോലെ തന്നെ എൻ്റെ മുഖഭാവങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആട്ടപ്രകാരങ്ങളും അതിൻ്റെ കോസ്റ്റ്യൂംസും അതിൻ്റെ ആഹര്യങ്ങളും എല്ലാം അതും ക്ഷേത്രകലയാണ്. കാര്യം മോഹിനിയാട്ടത്തിന് നമ്മളുടെ ഏതാണ്ട് അത് ശരിക്കും എൻ്റെ കോറിയോഗ്രാഫിയും
അതിൻ്റെ ആട്ടപ്രകാരങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു 3000 കൊല്ലത്തെ അത് മിഴാവൊക്കെ ഉണ്ടായ കാലമില്ലേ, ആ കാലങ്ങളിൽ അതായത് നമ്മുടെ തൊട്ടുള്ള ചരിത്രമുണ്ട് കരിമോഹിനിയാട്ടത്തിൻ്റെ ചുവടുകളിലൊക്കെ. അപ്പോൾ ഒരു ലോകം, നമ്മുടെ ഒരു സമൂഹം, മലയാള സമൂഹം വികസിച്ച് വന്ന ആദ്യകാലം മുതൽ തന്നെ കലകൾ വികസിച്ച് വരുമായിരുന്നു. എന്നിട്ട് കലകളിലൂടെ ആത്മീയതയെ കൈമാറുന്നത് ഏറ്റവും വലിയ ഒരു ലളിതമായ മാർഗമാണ്. കാര്യം കലകളിലുള്ള രസങ്ങൾ, സുന്ദര രസങ്ങളൊക്കെ ഇല്ലേ, ഈ രസങ്ങൾ ഏറ്റവും കൂടുതൽ റീച്ചിങ് ചെയ്യുന്ന കാരണം ആ രസങ്ങളെ എടുത്തിട്ടാണ് മതവിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കപ്പെട്ടത്. നമ്മുടെ നാട്ടിലല്ല, ലോകം മുഴുവനും ഈ മതവിഷയങ്ങളെ, വിശ്വാസ വിഷയങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മുഴുവനും ഇതുപോലെയുള്ള കലാരൂപങ്ങളിലൂടെയാണ്. അങ്ങനെയാണ് ചവിട്ടുനാടകം വന്നത്, അങ്ങനെയാണ് മോഹിനിയാട്ടം വന്നത്, അങ്ങനെയാണ് കഥകളി വന്നത്. ഇപ്പം കഥകളിയിലേക്ക് ഇന്ന് അതിൻ്റെ ഒരു ഗുരുവിനെയാണ്, തലപ്പെട്ട ഒരു ഗുരുവിനെയാണ് നമുക്കിന്ന് ഈ സാക്ഷ്യത്തിൽ, അതവരുടെ സാക്ഷ്യം അവരാദ്യം പറയും, അല്ലെങ്കിൽ ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവരോട് സാക്ഷ്യം പറയും. അപ്പോൾ അവരുടെ ഇൻട്രൊഡക്ഷൻ അവർ തന്നെ പറയും അവർ ചെയ്ത കാര്യങ്ങൾ. ഏതെങ്കിലും ഏതാണ്ട് 50ഓളം കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ജോൺ, ഇപ്പം ഇന്ന് സാക്ഷ്യം പറയാൻ വന്ന കലാമണ്ഡലം ജോൺ, അദ്ദേഹം അല്ല സാക്ഷ്യം പറയണത്, അദ്ദേഹത്തിൻ്റെ വൈഫ് മേരി ജോണാണ് സാക്ഷ്യം പറയണത്. പക്ഷേ മേരി ജോണും ഇവർ രണ്ടുപേരും കലാകാരന്മാരാണ്. ഇവർ ഇന്ത്യയിൽ മാത്രമല്ല, യൂറോപ്പ്, ഇറ്റലി, യൂറോപ്യൻ രാജ്യങ്ങളായ ഇറ്റലി, ബെൽജിയം, അതുപോലെ തന്നെ ഫ്രാൻസ്, അമേരിക്കൻ എല്ലാം. ഇപ്പോൾ ഈ മേരി ജോൺ അമേരിക്കയിൽ ഹൂസ്റ്റണിലും ന്യൂയോർക്കിലും ഇതുപോലെ കഥകളി, അതുപോലെ തന്നെ മോഹിനിയാട്ടങ്ങൾ, ഡാൻസ് ക്ലബ്ബുകൾ നടത്തുക. ഇതുപോലെ ട്രഡീഷണൽ ആർട്സ്. ഇപ്പോൾ പ്രൊഫൗണ്ട് ആർട്ടിസ്റ്റാണ് അവർ. യൂറോപ്പിലും തന്നെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് കഥകളിയെല്ലാം കാണിക്കുകയും കലാമണ്ഡലത്തിനെ പരിചയപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഈ ടീമാണ്. അപ്പോൾ ഇവർക്ക് കൃപാസനത്തിൽ വന്നപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ, തകർച്ചയിൽ അവർ കൃപാസന അമ്മയെടുത്ത് വന്നപ്പോൾ അവർക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ചാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കുറച്ച് ഒരു ബയോഡേറ്റ, റെസ്യൂം ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ട് അവരുടെ കൃപാസനം അമ്മയുടെ അടുത്ത് വന്ന് എത്തിച്ചേരേണ്ട സാഹചര്യം എത്തിച്ചേർന്നപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു, അമ്മ അവരെ എങ്ങനെ നിലനിർത്തി. ഇന്നിപ്പോൾ അവർ തിരിച്ച് പോവുകയാണ്. അമേരിക്കയിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് ഡേ കൃപാസന എടുത്ത് വന്ന് ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം കൃപാസനവും കലയുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനമാണ്. ആത്മീയതയും കലയും ഒരുപോലെ ആയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ കേരളത്തിലെ ആദ്യത്തെ ഫ്ലോ സ്കൂൾ ചെയ്യാണ് ആലപ്പുഴ കടലോരത്ത്. നഷ്ടപ്പെട്ട കടലോര കലകളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറി കലകളെ പുനരുദ്ധരിക്കുകയാണ് ഫ്ലോ സ്കൂളിൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ നിങ്ങളുടെ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ജോണിൻ്റെയും സാക്ഷ്യം പറയാം, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി. അവർ മേരി ജോൺ ചുട്ടി ആർട്ടിസ്റ്റാണ്. ചുട്ടി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ കഥകളിയുടെ ചമയങ്ങളിൽ ഒന്നാണ് അതിൻ്റെ മുഖം. അപ്പോൾ അതിൻ്റെ കിരീടവും അതിൻ്റെ കൂടെ മുഖവും. അപ്പോൾ അത് ചുട്ടി ആർട്ടിസ്റ്റ് സാങ്കേതികമായി ഒത്തിരി ഉയർന്ന ഒരു കലയാണിത്. അപ്പോഴേ ഇതിന് ചുട്ടി ചെയ്യുക പറയുന്നത് ഭയങ്കര ക്ഷമയും ഭയങ്കര കലാബോധവും ഉണ്ടാകണം. ഇപ്പം ഞാൻ ജോൺ ആശാനെ കണ്ടപ്പോൾ ജോൺ ആശാൻ്റെ കണ്ണിലിട്ടാണ് അത് നോക്കിയത്, കഥകളിയുടെ കണ്ണാണോ എന്ന്. അപ്പോൾ ഈ കഥകളിയുടെ കണ്ണിൻ്റെ അകത്ത് ഭാവങ്ങൾ ഉണ്ടാക്കുന്ന ചുട്ടിയെഴുത്തിലാണ്. ചുട്ടിയെടുത്ത് തെറ്റിപ്പോയാൽ അങ്ങനെ തെറ്റത്തില്ല, തെറ്റുന്നവരെ ഈ പരിപാടി ഏൽപ്പിക്കത്തില്ല. പക്ഷേ അത് ഇപ്പോൾ അവർക്ക് തന്നെ ഓട്ടംതുള്ളലൊക്കെ അറിയാം. ഓട്ടംതുള്ളലിനെ ചുട്ടിയെഴുത്തും കഥകളിയും തമ്മിൽ രാത്രിയും പകലും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ചുട്ടിയെഴുത്തിൽ പ്രാവീണ്യമുള്ള ആളാണ് മേരി ജോൺ. അപ്പോൾ ബേസിക്കായിട്ട് കലാകാരിയാണ്. അപ്പോൾ കലാമണ്ഡലം ജോണിനെയും പിന്നെ മേരി ജോണിനെയും സാക്ഷ്യം പറയാൻ വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ്. എൻ്റെ പേര് ജോൺ. എന്നെ അറിയപ്പെടുന്നത് കലാമണ്ഡലം ജോൺ എന്നാണ്. 1971 മുതൽ ഞാൻ കേരള കലാമണ്ഡലത്തിൽ കഥകളി അഭ്യസിപ്പിക്കാൻ തുടങ്ങി. 77 എൻ്റെ കോഴ്സ് പൂർത്തിയായി. 3 വർഷത്തെ ഉപരിപഠനവും ചെയ്തു. അങ്ങനെ 9 പരം
വർഷം ഞാൻ അവിടെ കലാമണ്ഡലത്തിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. കഥകളി പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പല രാജ്യങ്ങളിലും സഞ്ചരിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൽ തന്നെ നിരവധി വർഷം വിദേശ വിദ്യാർത്ഥികളുടെ അധ്യാപകനായി ഇരിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവകൃപ കൊണ്ട് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലും കഥകളി അവതരിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു. തുടർന്ന് 4 പ്രാവശ്യം എനിക്ക് വത്തിക്കാനിൽ പോകുവാനും അദ്ദേഹത്തെ കാണുവാനും എനിക്ക് സാധിച്ചു. എല്ലാം ദൈവകൃപയാൽ സാധിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 50 വർഷം പൂർത്തിയാക്കുന്ന ഈ കഥകളിയോടുള്ള അടുപ്പം എന്നെ എൻ്റെ ജീവിതത്തിലെ നിലവാരം തന്നെ വളരെയധികം മാറ്റി. കഥകളിക്ക് വേണ്ടി ചെറുതുരുത്തിയിൽ കലാതരംഗിണി എന്ന സ്ഥാപനം സ്ഥാപിച്ചു. അതിന് ഏകദേശം 3 കോടി രൂപയോളം ഞാൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. 2017-ലെയും 2018-ലെയും വെള്ളപ്പൊക്കവും തുടർന്ന് കൊറോണയുടെ വരവും എന്നെ ബാങ്ക് ലോണ് അടച്ചു തീർക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാക്കി. കൊറോണയുടെ വരവ് എന്ന് പറയുമ്പോൾ മാർച്ച് മാസത്തിൽ ആദ്യത്തെ ആ സമയം 19 വിദേശികൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ വിദേശികളാണ് മൂന്നാർ പോയി ഫ്ലൈറ്റിൽ കയറി അവരെ പിടിച്ചിറക്കുകയും കൊറോണ ഉണ്ടാകുകയും ചെയ്തു എന്ന് സ്ഥിരീകരിച്ചത്. അന്ന് തൊട്ട് ഞങ്ങളുടെ സ്ഥാപനം പൂട്ടുകയും എന്നെ മാസങ്ങളോളം ക്വാറൻറ്റൈനിലാക്കുകയും ചെയ്തു. എൻ്റെ ഭാര്യ മേരി ജോൺ വിവാഹത്തിന് ശേഷമാണ് കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. ഡാൻസ് പഠിക്കുന്നതും വിവാഹത്തിന് ശേഷമാണ്. ഡാൻസ് പഠിച്ചപ്പോൾ അത് പഠിക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും വിലക്കുകളും ഉണ്ടായതിനാൽ ഡാൻസ് നിർത്തുകയും പിന്നീട് കഥകളിയുടെ മേക്കപ്പ് പഠിക്കുകയും ചെയ്തു. ദൈവകൃപയാൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിത, കഥകളി ചുട്ടി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതയായി അവൾ വരികയും ചെയ്തു. ദൈവകൃപയാൽ കഥകളി പഠിച്ച ആദ്യത്തെ ക്രിസ്ത്യൻ എന്ന പേരും എനിക്ക് കിട്ടി. ചേരുമ്പോൾ ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങൾക്ക് അറിവ് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ ലേബിളൊക്കെ ഞങ്ങൾക്ക് വന്നുപെട്ടത്. ഞങ്ങളുടെ മക്കൾ റിയ കെ ജോൺ, റൂബി കെ ജോൺ, 2 പേരും നല്ല നർത്തകരാണ്. കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി. റൂബിയാണെങ്കിൽ കൂടിയാട്ടവും പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വരുവാനുള്ള കാരണം ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ കലാതരംഗിണിയുടെ പ്രവർത്തനങ്ങൾക്കായി 3 കോടി രൂപയോളം സാമ്പത്തികം ഞങ്ങൾക്കുണ്ടായിരുന്നു. വെള്ളപ്പൊക്കത്തിൻ്റെയും കൊറോണയുടെയും സാഹചര്യത്തിൽ ഞങ്ങൾക്കത് അടച്ചു വീട്ടുവാൻ സാധിച്ചില്ല. അപ്പോഴാണ് എൻ്റെ ഭാര്യ മേരി ജോൺ ഇവിടെ വരികയും തുടർന്നുണ്ടായ കാര്യങ്ങൾ മേരി ജോൺ പറയുന്നതാണ്. യേശുവ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രത്യേകിച്ച് കൃപാസനം അൾത്താരയിലെ ഈ പുണ്യഭൂമിയിൽ എനിക്ക് നിൽക്കുവാൻ അവസരം തന്ന കൃപാസന പ്രസാദവര മാതാവിനോടും തിരുകുമാരനോടും കൊടാനുകൂടി നന്ദി പറയുന്നു. കാരണം 2018 ഒക്ടോബറിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് കൃപാസനം ഏതാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ചെറിയ ലിങ്ക് കിട്ടി. ആ ലിങ്കിൽ ഞാൻ നമ്മുടെ ജോസഫ് അച്ഛനെ പറ്റി കേൾക്കുകയും അങ്ങനെ എനിക്ക് വിശ്വാസം വന്ന് ഈ കൃപാസന അൾത്താരയിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങളുടെ
കലാതരംഗിണിയുടെ ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടാണ്. ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ലോൺ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ വന്ന് അച്ഛനെ കണ്ടു കഴിഞ്ഞു. അപ്പം ഉടമ്പടി എടുത്തു. 2 ദിവസം കഴിഞ്ഞു. ഈ ഉടമ്പടി കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് വിദേശത്തേക്ക് പോകണം. ആ പോകേണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് എനിക്ക് അമ്മേനെ കാണണം എന്നുള്ള ഉൾവിളി ഉണ്ടായി. ഞാനിവിടെ വന്ന് ധ്യാനം കൂടി തിരിച്ചു പോയി. 300 രൂപ കൊടുത്ത് ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോയി. കാരണം ഇവിടെ അച്ഛൻ കയറ്റുന്നില്ല. കാരണം എല്ലാവരും നമ്പർ എടുത്തവരും ടോക്കൺ ഉള്ളവരും അത് തന്നെയല്ല ഒത്തിരി പ്രാവശ്യങ്ങൾ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ എടുത്തവരൊക്കെയാണ് ഇവിടെ വരാൻ പറ്റുള്ളൂ, അച്ഛനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് അച്ഛൻ എൻ്റെ തലയിലൊന്ന് കൈവച്ചാൽ മതി, എനിക്കതാ ആവശ്യം. പക്ഷേ അതെനിക്ക് സാധിക്കണമില്ല. ഞാൻ ആ 300 രൂപ കൊടുത്ത് ആലപ്പുഴയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എന്നെ അമ്മ തിരിച്ചു വിളിക്കുക, മോളെ നീ വാ എന്ന്. ഞാൻ തിരിച്ചിവിടെ വീണ്ടും വന്നു 300 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷയ്ക്ക്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഞാൻ അവിടെ നിന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് എല്ലാവരും പൊയ്ക്കോ. പക്ഷേ 8:30 കഴിഞ്ഞു. 8:30 കഴിഞ്ഞപ്പോൾ എൻ്റെ അവസാനത്തെ ട്രെയിൻ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് 12:30 കിലോമീറ്ററാണ്. അപ്പോൾ അച്ഛന് അവിടെ നിന്നപ്പോൾ എന്നോട് എനിക്ക് തോന്നണു എൻ്റെ കയ്യിൽ ആകെ കാണിക്കാനുണ്ടായിരുന്ന എൻ്റെ അമ്മയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, ഈ കാശ് രൂപം മാത്രമേ ഉള്ളൂ. കാരണം ഉടമ്പടി പേപ്പർ എടുക്കണം എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു, മോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ച് ആൾത്താരെ വെച്ച് എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, മോൾ ധൈര്യമായിട്ട് പൊക്കോ, ബാക്കി അമ്മ ഈശോയും നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഈശോയുടെ കാലിൻ്റെ ചുവട്ടിൽ എൻ്റെ തല വെച്ച് അവിടെ വെച്ചും ഒന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ബാക്കിയുള്ളതെല്ലാം അമ്മയോട് പറഞ്ഞിട്ട് പൊയ്ക്കോ പറഞ്ഞു. എന്തിനു പറയണോ, അമ്മയോട് പറഞ്ഞിട്ട് അച്ഛൻ പൊക്കോളാൻ പറഞ്ഞു. അന്ന് മുതൽ എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ എന്താണ്, അതിന് എന്ത് തരത്തിലുള്ളൊരു വികാരമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് പ്രാർത്ഥനാ ജീവിതമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിലുണ്ടായിരുന്നു, പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ കലാഫീൽഡിലായി. അപ്പം പ്രാർത്ഥനകളൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇവിടെ വന്ന് അമ്മയുടെ ആൾത്താരെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം, ഈ പുണ്യഭൂമിയിൽ കാല് കുത്തിയതിന് ശേഷം എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ എന്നുവെച്ചാൽ ഒത്തിരി ആയെന്നല്ല, പക്ഷേ എനിക്ക് 7-8 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റും, ഇരുന്ന് കൊന്തയെല്ലാം പറ്റും. എനിക്കറിയില്ല, ഞാൻ യാക്കബൈറ്റാണ്, അതുകൊണ്ട് കൊന്തയെല്ലൊന്നും അറിയില്ല. പക്ഷേ പുസ്തകം കിട്ടി. പിന്നെ ഞാൻ അച്ഛൻ്റെ ടോക്കുകളൊന്നും വിടാറില്ല. 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് ടോക്കുകൾ കേൾക്കും, പ്രാർത്ഥനകൾ കേൾക്കും, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പം ഞാൻ ഈശോയോടും അമ്മയോടും പറഞ്ഞു, എനിക്കും ഒരു സാക്ഷ്യം പറയാൻ ആ പുണ്യഭൂമിയിൽ കയറി നിൽക്കാൻ എനിക്കൊരു അവസരം തരണമെന്ന്. ഇന്ന് അതെനിക്ക് അമ്മ സാധിച്ചു തന്നു. അതിന് അമ്മയോടും ഈശോയോടും കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ 6 കാര്യങ്ങളായിരുന്നു ഉടമ്പടിയിൽ വെച്ചിരുന്നത്. ആദ്യത്തെ എൻ്റെ നിയോഗം വെച്ചത് എൻ്റെ ഈ കടബാധ്യതയുടെ കാര്യമാണ്. പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മോള് പൊക്കോളാൻ. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ആദ്യം തന്നെ എനിക്ക് എൻ്റെ കടബാധ്യത വീട്ടാനുള്ള വഴി എനിക്ക് എൻ്റെ അമ്മ ഈശോയും നടത്തി തന്നു. അതുപോലെ തന്നെ ബാക്കി ഞാൻ വെച്ച 2 കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒരു കൊച്ച് നട്ടെല്ല് വളഞ്ഞ് 12 വയസ്സേ ഉള്ളൂ, അവളുടെ പേര് ആഞ്ചലീന എന്നാണ്, ഹൂസ്റ്റണിലുള്ള മോളാണ്. നട്ടെല്ല് വളഞ്ഞു പോവുക. അപ്പം ഞാൻ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനാ അവരുടെ പേരൻസ് കണ്ടുമില്ല. അത് കഴിഞ്ഞിട്ട് അവരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞത് വളർച്ചയുടെ ഭാഗമാണ്, മാറുമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ വളഞ്ഞ് ഒരു വശത്തേക്ക് ചെരിഞ്ഞ് പോകുമെന്ന് പറഞ്ഞു. എന്തിനു പറയണോ, അമ്മ ഇടപെട്ട് ശരിക്കും പറഞ്ഞാൽ 1 വർഷം പോലും ആയില്ല. അതിന് മുന്നേ ആ കൊച്ചിൻ്റെ നട്ടെല്ലിൻ്റെ പ്രശ്നം തീർന്നു. ആ കൊച്ച് നേരെ നിൽക്കണം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ദിവസത്തിൽ 2 മണിക്കൂർ എങ്ങാനും ബെൽറ്റ് ഇട്ടാൽ മതിയെന്ന്. മറ്റത് 24 മണിക്കൂറും ബെൽറ്റ് ഇട്ടായിരുന്ന കൊച്ചാണ്. പക്ഷേങ്കിൽ അവിടെ അമ്മയുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, ഈ കൃപാസന ആൾത്താരെ നിന്ന് പ്രാർത്ഥിച്ചാൽ അമേരിക്കയിൽ നിന്നല്ല ലോകത്തിലെല്ലായിടത്തും അമ്മയുടെ കൃപ അവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പല പ്രാവശ്യം എനിക്ക് അമ്മയെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഓരോ സമയങ്ങളിലെ പ്രാർത്ഥനകളിൽ എനിക്ക് അമ്മയെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ, നിരവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ മൂത്ത മോള് റിയ അമേരിക്കയിലാണ്. അവൾ 8 വർഷത്തോളം ദന്തൽ ഫീൽഡാണ്, അവിടെ DDSന് കിട്ടണം. അപ്പോൾ അവൾക്കത് കിട്ടാതെ വന്നു, ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഹൈജീനിസ്റ്റിന് വെച്ചു. അങ്ങനെ അവൾക്ക് അത് പഠിക്കാനും ആ പരീക്ഷ പാസ്സാവാനും ഇന്ന് അവളവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അടുത്തൊരു സാക്ഷ്യം പറയാൻ അമ്മ എനിക്ക് ഇട തരുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം അവൾക്ക് ഈ വർഷം ഞാൻ DDSന് അഡ്മിഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അമ്മ അവിടെയും പ്രവർത്തിക്കും. അമ്മയോട് കൊടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഏറ്റവും വലുത് എനിക്ക് വിശ്വാസം തന്നു. അതിന് പുറമെ എൻ്റെ കുടുംബത്തിൽ വിശ്വാസം തന്നു. കാരണം പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥനകൾ, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ പ്രാർത്ഥന ഇല്ലായിരുന്നു. അതെല്ലാം ഇപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സന്ധ്യാപ്രാർത്ഥന ഉണ്ടായി. എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടെ ഇരുന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അതിനെല്ലാം എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോടും കൊടാനുകൂടി നന്ദി പറയുന്നു. ഈ ഒരു സമയം എനിക്ക് തന്നതിനെ ഓർത്ത് അമ്മയോടും ഈശോയോടും പ്രത്യേകിച്ച് ജോസഫ് അച്ഛനോടും ഞാൻ നന്ദി പറയുന്നു. കാരണം എനിക്ക് ഈ സമയം ഇവിടെ ഒന്നും വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് നിന്ന് അവിടെ ലോക്ക്ഡൗൺ ആയ കാരണം ഇങ്ങനെ
എന്താ പറയുക, വള്ളി കെട്ടി വെച്ചേക്കും. അപ്പോൾ കയറാൻ പറ്റില്ല നമുക്ക്. രാത്രി 9 മണി മുതൽ 9:30 വരെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കൊന്ന് അമ്മേനെ കണ്ടിട്ട് പോവാൻ, അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് നിൽക്കാൻ, ഈ പുണ്യഭൂമിയിൽ ഒന്ന് കയറി നിൽക്കാൻ എനിക്ക് അവസരം തരണമെന്ന്. അതിനിന്ന് എൻ്റെ അമ്മയും ഈശോയും എനിക്ക് അവസരം തന്നു. അതിന് ഈശോയോടും അമ്മയോടും കൊടാനുകൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വേറൊന്നുകൂടി ഉണ്ട്. നമ്മുടെ ജോസഫ് അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛൻ കാരനാണ് ഈ ഉടമ്പടി തുടങ്ങിയതിന് ശേഷം ഏതൊരു പ്രാർത്ഥനാലയത്തിൽ പോയാലും ഇങ്ങനെയൊന്നുമില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് അച്ഛനോട് സ്നേഹിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടോ അല്ല പറയണേ, എൻ്റെ അനുഭവം പറഞ്ഞത്. രാവിലെയും വൈകുന്നേരവും 2 നേരത്തെ പ്രാർത്ഥന, അത് ഈ ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രമാണ്. കാരണം നമുക്ക് കിടക്കാൻ പറ്റില്ല. 4 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ആരോ വിളിച്ച് എഴുന്നേൽപ്പിക്കും. ആ പ്രാർത്ഥനകളിൽ പ്രഭാത പ്രാർത്ഥനയെല്ലാം ചൊല്ലി, അത് ഉടമ്പടി പ്രാർത്ഥനയിൽ, അതുപോലെ വൈകുന്നേരത്തെ പ്രാർത്ഥന, എല്ലാത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവസരം ഒരുക്കി തന്നതിനെ ഓർത്തും ഈശോയോടും അമ്മയോടും ജോസഫ് അച്ഛനോടും കൊടാനുകൂടി നന്ദി പറയുന്നു.